ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കള് കേറി വാ. ദൈവമേ, പണി പാളിയ. സൗദാവിനിയമ്മ ഇവരെ വിളിച്ചകത്ത് കയറ്റിയ എല്ലാ പ്ലാനും പൊളിയും. എന്താ വാ ഇങ്ങോട്ട്. എന്താ ഗിരിജേ? നിക്ക്. നാത്തുനെ, അമ്മ നിലവിളക്ക് കൊടുത്ത് ദുർഗയെ വീടിനകത്ത് കയറ്റി പിന്നെ രക്ഷയില്ല. ഒരു കാലത്തും അവൾ ഇവിടുന്ന് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ആ കിരൺ ആണെങ്കിൽ ഊരും പേരും ഇല്ലാത്ത ഒരുത്തനാണ്. അവനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തനും കൂടി ഈ വീട്ടിലേക്ക് വന്നാലേ പിന്നെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇനി അവളുടെ ഭരണമായിരിക്കും. അവള് പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് നമ്മൾ മരിക്കുന്നതാ. നാത്തൂന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. അമ്മ അകത്തേക്ക് പോയപ്പോ ഞാൻ കരുതി പിണങ്ങി പോയതാണെന്ന്. എന്റെ ദുർഗമോളോട് പിണങ്ങാൻ ഈ ജന്മം എനിക്ക് സാധിക്കുമോ? എന്നാലും അനുസരണക്കേടും കള്ളത്തരവും കാണിച്ചതിന്റെ ചെറിയ ദേഷ്യമുണ്ട്. കിരണേ, ഇനി വെറുതെ നോക്കി ഇന്ന് സമയം കളയാതെ വിളക്ക് വാങ്ങിച്ച് വലതുകാലം വെച്ച് അകത്തോട്ട് കയറി വാ. അതെ, വിളക്ക് കൊടുക്കമ്മേ. നിങ്ങൾ എന്താ തള്ളായി കാണിക്കുന്നേ? വസുമതി, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് കേറിപ്പോയപ്പോ നിങ്ങൾക്ക് സ്വബോധം ഉണ്ടായെന്ന ഞാൻ കരുതിയ. നിലവിളക്കും കത്തിച്ച് വന്നിരിക്കുന്നു. ഓനെ ചകത്ത് കയറ്റി കൊച്ചുമകളെ സൽക്കരിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കുന്ന കരുതണ്ട. ഞാൻ ഇയാളുടെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടെങ്കിൽ ഇവളോ ഇവനോ ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. അത് നീ തീരുമാനിച്ച മതിയോ? ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതനുസരിക്കാൻ മടിയുള്ളവർ ഈ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാനും പോകുന്നില്ല, ഇവൾ ഇവിടെ കയറാനും പോകുന്നില്ല. ഇവളിവിടെ കയറിയ പിന്നെ ഈ വീട്ടില് ആരും ഒരു നിമിഷം പോലും സമാധാനത്തോടെ ജീവിക്കുന്ന കരുതണ്ട. എല്ലാം നശിപ്പിക്കും ഞാൻ. ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയാതെ നിക്കാം. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിയേ ഇവൾ ഈ വീട്ടിൽ കയറൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കടി. വേണ്ട മുത്തശ്ശി, വഴക്കും പ്രശ്നങ്ങളുമായി എല്ലാവരുടെയും സമാധാനം കളഞ്ഞ് എനിക്കിവിടെ താമസിക്കണ്ട. ഞങ്ങൾ പൊയ്ക്കോളാം. അതാ നല്ലത്. നാത്തൂൻ പറയുന്നത് പോലെ അമ്മയുടെ വാക്കും കേട്ട് നീ ഇവിടെ കേറിയ ഞാനും അഞ്ജു ആ നിമിഷം ഈ വീട് വിട്ടിറങ്ങും. ഞങ്ങൾക്ക് പോവാനോ താമസിക്കാനോ വേറെ സ്ഥലമൊന്നുമില്ല. എന്നാലും ഇറങ്ങും. എന്റെ മോളെ നോക്കാനേ എനിക്കറിയാം. എന്നാലും നാണം കെട്ടി ഈ വീട്ടിൽ ഞാൻ കഴിയില്ല. അപ്പച്ചി അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാനിവിടെ കയറുന്നില്ല, താമസിക്കാനും പോകുന്നില്ല. മുത്തശ്ശി, ഇത് എന്റെ തെറ്റാ. ഞാൻ കാരണം നമ്മുടെ കുടുംബം നശിക്കരുത്. മുത്തശ്ശിക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ
എന്റെ അടുത്തേക്ക് വരാമല്ലോ. ശരി മോളെ, എന്റെ വാശിക്ക് ഞാൻ നിങ്ങളെ അകത്ത് കയറ്റി നിങ്ങളുടെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നില്ല. എവിടെയായിരുന്നാലും സന്തോഷമായി ജീവിച്ചാ മതി. മുത്തശ്ശി, മുത്തശ്ശി പോലെ അച്ഛാ, അതെ മോളെ, ഈ വീട്ടിൽ നിനക്ക് ഇതുവരെ സമാധാനം സന്തോഷം കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും നിന്റെ ജീവിതത്തിൽ അതെല്ലാം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. എന്താ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞ എല്ലാത്തിനോടും? ഇറങ്ങി പോകാൻ. ഓടി. സൗദാവന്യമ്മ വിളക്കും കൊണ്ട് വന്നപ്പോഴേ പണി പാളിയെന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് വസുമതി വന്ന് വിളക്ക് തട്ടിത്തെറിപ്പിച്ചു. വസുമതി ആന്റി എതിർത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനെല്ലാം പൊളിഞ്ഞാനെ. മോളെന്തൊന്നും മിണ്ടാത്ത? അത് ചെറിയമ്മയ്ക്കും അപ്പച്ചയ്ക്കും മുന്നില് ഇന്ന് എന്റെ അച്ഛന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. ഞാൻ കാരണം ഒരിക്കലും അച്ഛൻ വിഷമിക്കാൻ ഇടയാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. അതൊന്നും സാരമില്ല, മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് മോള് കേട്ടിട്ടില്ലേ? നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് മോളി ചെയ്ത ചെറിയ കാര്യം എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അതെ, താൻ വിഷമിക്കാതെ. സത്യങ്ങളെല്ലാം അറിയുമ്പോ തന്നെ ഓർ തങ്കളിന് അഭിമാനം തോന്നും. അങ്ങനെയല്ല കിരൺ, സത്യത്തില് ഞാൻ അവരെ ചതിക്കുകയല്ലേ ചെയ്യുന്നേ. അവരറിയാതെ ഞാൻ ഇങ്ങനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടും ആ വിഷമം സഹിച്ച് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ മനസ്സാൽ അനുഗ്രഹിക്കാം മുത്തശ്ശി അച്ഛനും ചെയ്തത്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു നാടകമാണെന്ന് എന്നെങ്കിലും അവരറിയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെ മാറ്റി ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കാതിരുന്നാ മതിയല്ലോ.